ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായി ഉമ്മാനെ കാല് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി കാല് കാണിക്കാണ്ട് നമ്മൾ ഡോക്ടർ പറഞ്ഞ് കുറച്ചും കൂടി കെട്ടണം, ഒരു 1.5 മാസമെങ്കിലും പിടിക്കും കാലൊന്ന് സെറ്റായി കിട്ടാൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാക്കുൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാക്കുൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അങ്ങനെ ഓലോട് ഇങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഓലെന്തോ മേടിക്കാണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കണ്ട് ഇങ്ങനെ കയറിയതാണ്. പിന്നെ ഞങ്ങൾ അത് ഇന്നലത്തെ വൈകുന്നേരത്തെ വിശേഷമായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ വീഡിയോ കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. രാവിലെ എന്തായിരുന്നു, കർമൂസ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് മറ്റേ ചോപ്പറല്ല, മീൻസ് ആ ഉരയ്ക്കുന്ന സംഭവം, അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. അത് വെച്ചിട്ടിങ്ങനെ ഉരതി എടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ക്യാബേജ് പോലെ സെറ്റാക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ ഒതുക്കിയും കണ്ട് നല്ല രസമാണ്. അപ്പോൾ തേങ്ങ കുറച്ച് ചിരണ്ടുന്നുണ്ട്. അതിൽ മഞ്ഞൾ പൊടിയും പിന്നെ തേങ്ങയിലേക്ക് ഇനി വേറൊന്നും ചേർക്കൊന്നുമില്ല. തേങ്ങ ചിരവി വെച്ചിട്ട് തേങ്ങ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചാൽ വാട്ടിയതിന് ശേഷം അപ്പോൾ പിന്നെ അതിലേക്ക് സവോള വേണം. അത് സവോള തുളിച്ചെടുക്കുകയാണ്. നല്ല രസമാണ്, ക്യാബേജ് മാതിരി ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ചെറുതായിട്ട് അത് നന്നാക്കി എടുക്കുന്നുണ്ട് സവോള. പിന്നെ കുറച്ച് കൊച്ചുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട്, ചെറിയ ഉള്ളി. അത് മീൻ കറിക്കാണ് ഇന്ന് അയിലക്കുട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറി വെക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അയിലക്കുട്ടിക്കുള്ള ചുവന്നുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതും വേപ്പില, ഉള്ളിയും ഇത്തിരി മഞ്ഞൾ പൊടിയും ഇത്തിരി മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. കുറേശ്ശെയാണ് കേട്ടോ. നമുക്കിവിടെ ആളധികം ഉള്ള കാരണം നമ്മൾ നമ്മുടെ പാകത്തിന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അരച്ച് മാറ്റി വെക്കണം. അതങ്ങനെ അരച്ച് മാറ്റി വെച്ചിട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ സവോളയും പച്ചമുളകും കറിവേപ്പിലൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായല്ലോ, അതെല്ലാം കൂടി അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇതാണ് ഞാൻ കർമൂസ ചോപ്പറിൽ ഒരതിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ തന്നെ. അങ്ങനെ പിന്നെ ആ കടുക് പൊട്ടിച്ചതിലേക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റാണ് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന്. അങ്ങനെ അതൊക്കെ വഴറ്റിയതിന് ശേഷം അതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇടൂല, മഞ്ഞൾ പൊടി മാത്രമാണ്. പച്ചമുളക് 3 ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ലോണം വഴറ്റിയതിന് ശേഷം മഞ്ഞൾ പൊടി ഇട്ടതിന് ശേഷം നല്ലോണം വഴന്നതിന് ശേഷം ആ ചിരകി വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇട്ടൊന്ന് നല്ലതുപോലെ അതൊക്കെ ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് കേട്ടോ കർമൂസ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കർമൂസ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം വെച്ചാൽ ഒന്നാകെ ഇട്ട് കൊടുത്താൽ മിക്സ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കുറച്ച് അധികം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ട് സെറ്റാക്കി എടുക്കുകയാണ്. അതിങ്ങനെ ഇളക്കി സെറ്റാക്കി എടുത്തു. അതിന് ശേഷം ആ തവിയുടെ അടിഭാഗം വെച്ച് അമർത്തി മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമുക്ക് മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ളത് അരച്ചെടുക്കാം. അങ്ങനെ അത് അരച്ച് മാറ്റിയെല്ലാം വെച്ചിട്ടാണ്. അതിന് ശേഷം മീൻ വണ്ടി വന്നിട്ടാണ്. പിന്നെ ഞാൻ മീൻ മേടിക്കാൻ വേണ്ടി പോയിട്ടാണ്. ഞങ്ങൾ രാത്രി മീൻ നല്ലത് വരാണെങ്കിൽ മേടിച്ച് വെക്കലുണ്ട്, അഥവാ രാവിലെ വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇന്ന് മേടിച്ചത് ചെമ്മീനും കോരയുമാണ് കേട്ടോ. അങ്ങനെ അത് മേടിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും ഇതൊരുവിധം ആയിട്ടുണ്ടായി ഉപ്പേരി. അങ്ങനെ പിന്നെ അതൊന്നും കൂടി ഇളക്കി സെറ്റാക്കി വെക്കുകയാണ്. എന്നും ഈ കുക്കിങ്ങും കാര്യങ്ങളും തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. കാരണം എപ്പോഴും പുറത്തൊന്നും പോവില്ലല്ലോ, വല്ലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്നും പോകുമല്ലാണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ പോകില്ലല്ലോ. ഇന്നലെ പിന്നെ ഹോസ്പിറ്റലിൽ പോയ കാരണം അങ്ങനെ എടുത്തതാണ് കേട്ടോ. അതും കൂടി ഇതിനകത്ത് ഇട്ടുന്നുള്ളൂ. പിന്നെ മീൻ നന്നാക്കിയൊക്കെ വെച്ചിട്ടാണ്. പിന്നെ മീൻകറി വെക്കാനാണ് കേട്ടോ. തേങ്ങ അരച്ച് പറഞ്ഞ് തക്കാളിയും കുടംപുളിയും പച്ചമുളകും വേപ്പിലേക്ക് ഇട്ട് നല്ലതുപോലെ അരപ്പ് തിളപ്പിച്ച ശേഷം നമ്മുടെ മീനെ പെറുക്കിയിട്ട് അങ്ങനെ അത് തിളച്ച് മാറ്റി പിന്നെ അത് തൂമിച്ച് മാറ്റി വെച്ചിട്ടാണ്. അപ്പോഴേക്കും മീൻ പൊരിക്കാനുള്ളത് മസാലയൊക്കെ പറ്റി വെച്ച് പിന്നെ പപ്പടം കാച്ചലാണ് കേട്ടോ. പിന്നെ പപ്പടം എല്ലാം കാച്ചി കഴിഞ്ഞാൽ പിന്നെ അടുക്കള മൊത്തം നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ ഒന്നാകെ ക്ലീൻ ചെയ്യല്ലോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഗ്യാസിൻ്റെ പുറം ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ. പിന്നെ അതെല്ലാം പെറുക്കി ഓരോന്ന് സ്ഥലത്ത് വെക്കുന്നുണ്ട്. രാത്രി മേടിച്ച ഉള്ളിയും സവോളയും എല്ലാം ഉണ്ട്. പിന്നെ ഉണക്കമുളകൊക്കെ ഉണ്ടായി, അതൊക്കെ പാട്ടയിലേക്ക് ആക്കി തക്കാളിയൊക്കെ ട്രെയിലൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി മാറ്റുകയാണ്. പിന്നെ അതിന് ശേഷം പാത്രം കുറച്ച് മോറാനുണ്ടായി. പിന്നെ പാത്രമൊക്കെ മോറി പാത്രമെല്ലാം കഴുകി വെച്ചതിന് ശേഷം അവിടെ തുടക്കുന്ന തുണികളൊക്കെ ഉണ്ടായി. കൈക്കല തുണി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അതൊക്കെ സോപ്പ് വെള്ളത്തിൽ നനച്ചിട്ടുണ്ടായി. പിന്നെ അതൊക്കെ നല്ലോണം ഒലുമ്പി വൃത്തിയാക്കി വിരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ രാത്രിത്തേക്കുള്ള ഉപ്പാക്കുള്ള റാഗി ദോശക്കുള്ള മാവും കലക്കി വെച്ച് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ്.